ചോദ്യം 1. ഇടത്തേക്ക് തിരിയുന്നതിന് മുമ്പ് ആദ്യം എന്താണ് പരിശോധിക്കേണ്ടത്? ഓപ്ഷൻസ്: എ. വലതുവശത്തെ റിയർവ്യൂ മിറർ. ബി. ഇടതുവശത്തെ റിയർവ്യൂ മിറർ. സി. നിങ്ങളുടെ വലതു തോളിൽ കൂടി പിന്നിലേക്ക് നോക്കുക. ഡി. അകത്തെ കണ്ണാടിയിൽ. ഉത്തരം ഓപ്ഷൻ ബി. ചോദ്യം 2. കാൽനടയാത്രക്കാർ കൊടും വളവുകളിലോ നിർത്തിയ വാഹനത്തിന് സമീപത്തോ റോഡ് മുറിച്ച് കടക്കരുത്. എന്തുകൊണ്ട്? ഓപ്ഷൻസ്: എ. മറ്റ് വാഹനങ്ങൾക്ക് അസൗകര്യം. ബി. മറ്റ് റോഡ് ഉപയോക്താക്കൾക്ക് അസൗകര്യം. സി. ദൂരെ നിന്ന് വരുന്ന മറ്റ് വാഹനങ്ങളുടെ ഡ്രൈവർമാർ റോഡ് മുറിച്ച് കടക്കുന്നവരെ കാണില്ല. ഡി. നിർത്തിയ വാഹനങ്ങൾക്ക് അസൗകര്യം. ഉത്തരം ഓപ്ഷൻ സി. ചോദ്യം 3. ചിത്രത്തിൽ കാണുന്ന റോഡ് സ്റ്റഡുകൾ എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ്: എ. കടക്കാൻ പാടില്ലാത്ത ഒരു ലൈൻ. ബി. കാരിയേജ് വേയുടെ വലതുവശത്തെ അറ്റം നിർവചിക്കാൻ. സി. 1ഉം 2ഉം ശരിയായ ഉത്തരമാണ്. ഡി. മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. ഉത്തരം ഓപ്ഷൻ സി. ചോദ്യം 4. ഹെൽമറ്റ് ധരിക്കാതെ വാഹനമോടിക്കുന്ന ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ്? ഓപ്ഷൻസ്: എ. 1000 രൂപ പിഴ. ബി. 1500 രൂപ പിഴ. സി. 2000 രൂപ പിഴ. ഡി. 5000 രൂപ പിഴ. ഉത്തരം ഓപ്ഷൻ എ. ചോദ്യം 5. 200 മീറ്റർ അകലെ കാവൽക്കാരൻ ഇല്ലാത്ത ലെവൽ ക്രോസുണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ. ചോദ്യം 6. ഒരു വാഹനം ടണലിലേക്ക് പ്രവേശിക്കുമ്പോൾ ഡ്രൈവർ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻസ്: എ. ഹെഡ്ലൈറ്റ് ഹൈ ബീം ഓണാക്കുക. ഓവർടേക്കും യു ടേണും റിവേഴ്സും ചെയ്യരുത്. ബി. ഹെഡ്ലൈറ്റ് ലോ ബീം ഓണാക്കുക. ഓവർടേക്കും യു ടേണും റിവേഴ്സും ചെയ്യരുത്. സി. പാർക്ക് ലാമ്പ് ഓണാക്കുക. ഓവർടേക്കും യു ടേണും ചെയ്യരുത്. ഡി. ഹോൺ മുഴക്കുക. ഓവർടേക്കും യു ടേണും റിവേഴ്സും ചെയ്യരുത്. ഉത്തരം ഓപ്ഷൻ ബി. ചോദ്യം 7. ഈ ചിഹ്നം ഇൻസ്ട്രുമെന്റ് കൺസോളിൽ എന്തിനെ പ്രതിനിധീകരിക്കുന്നു? ഓപ്ഷൻസ്: എ. വാർണിംഗ് ലാമ്പ്. ബി. റോഡ് സൈൻ. സി. ഹസാർഡ് ലാമ്പ്. ഡി. ഹാൻഡ് ബ്രേക്ക്. ഉത്തരം ഓപ്ഷൻ ഡി. ചോദ്യം 8. ടയറിലെ NSD എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻസ്: എ. നോൺ സ്റ്റോപ്പ് ഡ്രൈവ്. ബി. നോൺ സ്കിഡ് ഡെപ്ത്. സി. നോൺ സ്റ്റോപ്പ് ഡെപ്ത്. ഡി. നോൺ സ്കിഡ് ഡ്രൈവ്. ഉത്തരം ഓപ്ഷൻ ബി. ചോദ്യം 9. എൽമാർക്ക് ഉള്ള അഥവാ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന വാഹനത്തെ നമ്മൾ മറികടക്കുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം ഡാഷ്. ഓപ്ഷൻസ്: എ. അവരുടെ ഉദ്ദേശം എപ്പോഴും വലതുവശത്തെ ലൈനിൽ വാഹനമോടിക്കുക എന്നതാണ്. ബി. പൊതുവെ അവർ ആരോഗ്യപരമായി യോഗ്യരല്ല. സി. അവർ പരിഭ്രാന്തരായേക്കാം, അത് അപകടത്തിലേക്ക് നയിച്ചേക്കാം. ഡി. ഇത് അവരുടെ ആത്മവിശ്വാസം കുറയ്ക്കും. ഉത്തരം ഓപ്ഷൻ സി. ചോദ്യം 10. മുന്നിൽ തെന്നുന്ന വഴുവഴുപ്പുള്ള റോഡ് ഉണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി.
ചോദ്യം 11. ഒരേ വിഭാഗത്തിലുള്ള രണ്ട് റോഡുകളുടെ കവലയിൽ ആർക്കാണ് വഴിയുടെ അവകാശം? ഓപ്ഷൻസ്: എ. എതിർദിശയിലെ വാഹനത്തിന്റെ ഡ്രൈവർ. ബി. വലതുവശത്തെ വാഹനത്തിന്റെ ഡ്രൈവർ. സി. ഇടതുവശത്തെ വാഹനത്തിന്റെ ഡ്രൈവർ. ഡി. കവലയിൽ എല്ലാ വാഹനങ്ങൾക്കും ഒരേ വഴി അവകാശമുണ്ട്. ഉത്തരം ഓപ്ഷൻ ബി. ചോദ്യം 12. നിങ്ങളുടെ വാഹനം താഴേക്കുള്ള ഗ്രേഡിയന്റിൽ പാർക്ക് ചെയ്യുമ്പോൾ ഹാൻഡ് ബ്രേക്കിനു പുറമെ ഡാഷ്. ഓപ്ഷൻസ്: എ. ന്യൂട്രൽ ഗിയർ. ബി. ഫസ്റ്റ് ഗിയർ. സി. റിവേഴ്സ് ഗിയർ. ഡി. ടോപ്പ് ഗിയർ. ഉത്തരം ഓപ്ഷൻ സി. ചോദ്യം 13. ചിത്രത്തിൽ കാണുന്ന ഹാൻഡ് സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ്: എ. ഇടത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു. ബി. വലത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു. സി. വാഹനത്തിന്റെ വേഗത കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നു. ഡി. വാഹനങ്ങൾ നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. ഉത്തരം ഓപ്ഷൻ എ. ചോദ്യം 14. ബസ് പാതകൾ ഉൾപ്പെടെയുള്ള പൊതുഗതാഗതത്തെ തരംതിരിക്കാൻ ഉപയോഗിക്കുന്ന റോഡ് അടയാളത്തിന്റെ നിറം ഏത്? ഓപ്ഷൻസ്: എ. മഞ്ഞ നിറം. ബി. പച്ച നിറം. സി. വെള്ള നിറം. ഡി. നീല നിറം. ഉത്തരം ഓപ്ഷൻ ഡി. ചോദ്യം 15. സീബ്ര ലൈനുകൾ കൊണ്ട് ഡാഷ് ആണ് അർത്ഥമാക്കുന്നത്. ഓപ്ഷൻസ്: എ. വാഹനം നിർത്തുന്ന സ്ഥലം. ബി. കാൽനടയാത്രക്കാർ റോഡ് മുറിച്ചു കടക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലം. സി. വാഹനത്തിന് മുൻഗണന ഉള്ള സ്ഥലം. ഡി. മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ബി. ചോദ്യം 16. അപകടകരമായ ഡ്രൈവിംഗ് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻസ്: എ. ചുവന്ന ട്രാഫിക് ലൈറ്റ് മറികടക്കുക. ബി. എം.വി. ആക്ട് സെക്ഷൻ 184 പ്രകാരം ശിക്ഷാർഹമായ കുറ്റം. സി. സ്റ്റോപ്പ് ലൈൻ ലംഘിക്കുന്നത്. ഡി. മുകളിൽ പറഞ്ഞ എല്ലാം ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി. ചോദ്യം 17. ഏത് സാഹചര്യത്തിലാണ് നിങ്ങളുടെ വാഹനം ഒരു ഉദ്യോഗസ്ഥന് പിടിച്ചെടുക്കാൻ കഴിയുക? ഓപ്ഷൻസ്: എ. രജിസ്ട്രേഷൻ ഇല്ലാതെ വാഹനം ഓടിക്കുമ്പോൾ. ബി. അനാവശ്യമായി ഹെഡ്ലൈറ്റുകൾ ഉപയോഗിക്കുമ്പോൾ. സി. രജിസ്ട്രേഷൻ നമ്പറുകൾ തെറ്റായി എഴുതുമ്പോൾ. ഡി. വാഹനം രൂപമാറ്റം വരുത്തുമ്പോൾ. ഉത്തരം ഓപ്ഷൻ എ. ചോദ്യം 18. ഈ ചിഹ്നം ഇൻസ്ട്രുമെന്റ് കൺസോളിൽ എന്തിനെ പ്രതിനിധീകരിക്കുന്നു? ഓപ്ഷൻസ്: എ. ബാറ്ററി നല്ലതാണ്. ബി. ബാറ്ററി ചാർജ് ആകുന്നില്ല. സി. ബാറ്ററി ചാർജ് ആകുന്നു. ഡി. ബാറ്ററി മോശമാണ്. ഉത്തരം ഓപ്ഷൻ ബി. ചോദ്യം 19. ഒരു ഡ്രൈവർ നിങ്ങളോട് മോശമായ ആംഗ്യം കാണിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്ഷൻസ്: എ. നിങ്ങളുടെ ഹെഡ്ലൈറ്റുകൾ നിരവധി തവണ ഫ്ലാഷ് ചെയ്യുക. ബി. നിങ്ങളുടെ ഫീലിംഗ്സ് അവരെ അറിയിക്കുക. സി. പ്രതികരിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഡി. നിങ്ങളുടെ ഹോൺ മുഴക്കുക. ഉത്തരം ഓപ്ഷൻ സി. ചോദ്യം 20. ഇറക്കം ഇറങ്ങുമ്പോൾ ബ്രേക്ക് ഫേഡിംഗ് ഒഴിവാക്കാൻ ഡാഷ്. ഓപ്ഷൻസ്: എ. കുറഞ്ഞ വേഗത ഉള്ള ഗിയർ തിരഞ്ഞെടുത്ത് ആവശ്യമെങ്കിൽ മാത്രം ബ്രേക്ക് പ്രയോഗിക്കുക. ബി. വാഹനം ടോപ്പ് ഗിയറിൽ ഇറങ്ങുകയും ആവശ്യമെങ്കിൽ മാത്രം ബ്രേക്ക് പ്രയോഗിക്കുക. സി. ബ്രേക്ക് പെഡൽ തുടർച്ചയായി അമർത്തുക. ഡി. ന്യൂട്രൽ തിരഞ്ഞെടുക്കുക.
ഉത്തരം ഓപ്ഷൻ എ.